IPL ചരിത്രത്തിൽ പുതു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് മുഹമ്മദ് ഷമി. കഴിഞ്ഞ ദിവസത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരിലാണ് ക്രിക്കറ്റ് ലോകം ഷമിയുടെ അപൂർവ റെക്കോർഡിന് വേദിയായത്. ചെന്നൈയുടെ പുതു താരോദയമായ ഷെയ്ഖ് റഷീദിനെ ആദ്യ പന്തിൽ പുറത്താക്കിയാണ് ഷമി IPLൽ ഈ അപൂർവ നേട്ടത്തിന് അർഹനായത്. ഇത് 4ാം തവണയാണ് ഷമി ആദ്യ പന്തിൽ വിക്കറ്റ് നേടുന്നത്. ഇതോടെയാണ് IPL ചരിത്രത്തിൽ താരം തന്റെ പേരെഴുതി ചേർത്തത്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ 25-ന് നടന്ന കളിയിൽ ടോസ് നേടിയ ഹൈദരാബാദ് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 23-ന് മുംബൈ ഇന്ത്യൻസുമായി നടന്ന കളിയിൽ ഷമി ഇറങ്ങിയിരുന്നില്ല. ഹൈദരാബാദ് ജേഴ്സി അണിഞ്ഞുള്ള ആദ്യ കളിയിൽ തന്നെ ഷെയ്ഖ് റഷീദിനെ ഗോൾഡൻ ഡക്കാക്കി പുറത്താക്കിയാണ് താരം തന്റെ വരവറിയിച്ചത്. ഇത് 4ാം തവണയാണ് ഷമിയുടെ അസാധ്യ ബോളിംഗ് മികവിന് IPL വേദിയാകുന്നത്. 2014-ൽ ഡൽഹി ഡെയർ ഡെവിൾസിനായി കളിച്ചപ്പോൾ എതിരാളികളായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ജാക്കോസ് കല്ലിസിനെ ആദ്യ ബോളിന് പുറത്താക്കിയായിരുന്നു ഷമിയുടെ റെക്കോർഡിലേക്കുള്ള കാൽവയ്പ്. ദുബായിൽ വെച്ചായിരുന്നു ഈ മത്സരം. 2022 സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനായി ഷമി കളിച്ചപ്പോൾ KL രാഹുലിനെ ആദ്യ ബോളിന് പുറത്താക്കിയും ഷമി ശ്രദ്ധ നേടിയിരുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം നടന്നത്. ഗുജറാത്തിനായി മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് താരമായ ഫിൽസാൾട്ടിനെ പുറത്താക്കിയായിരുന്നു ഷമിയുടെ മറ്റൊരു നേട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 2023-ൽ നടന്ന കളിയിലായിരുന്നു ഇത്. ഇതുവരെ മറ്റു താരങ്ങൾക്ക് 3 വിക്കറ്റ് മാത്രമേ ഇത്തരത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. 2013-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി IPLൽ അരങ്ങേറ്റം കുറിച്ച ഷമി തുടർന്ന് ഡൽഹി, കിങ്സ് 11 പഞ്ചാബ് എന്നീ ടീമുകൾക്കായും കളിച്ചിട്ടുണ്ട്. ചെന്നൈയുമായുള്ള മത്സരത്തിൽ ജയിച്ചതോടെ പോയിന്റ് ടേബിളിൽ തങ്ങളുടെ സ്ഥാനം ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈ മുന്നോട്ട് വെച്ച 155 എന്ന വിജയലക്ഷ്യം 18.4 ഓവറിൽ മറികടക്കുകയായിരുന്നു. ഇഷാൻ കിഷനും കമിന്ദു മെൻഡിസുമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർമാരായത്. ഇതോടെ പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും ഇതുപോലെ ജയിച്ചെങ്കിൽ മാത്രമേ പ്ലേ ഓഫിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ മത്സരത്തിലൂടെ IPL 2025-ൽ MS ധോണിയുടെയും സംഘത്തിന്റെയും കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുക കൂടിയാണ്. സീസണിലെ 7ാം തോൽവിയോടെ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് യോഗ്യത നേടാനാവാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഇനിയുള്ള 5 മത്സരങ്ങൾ വിജയിക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ മാത്രമായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് CSKക്ക് എത്താനാവുക. മത്സരത്തിൽ MS ധോണിക്കും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. 10 പന്തിൽ നിന്ന് 6 റൺസ് നേടി ഹർഷിത് പട്ടേലിന്റെ പന്തിൽ ഔട്ടായി. ഹൈദരാബാദിന്റെ ഓപ്പണർമാരുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ ചെന്നൈക്ക് സാധിച്ചെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ഹൈദരാബാദ് ബാറ്റർമാർ റൺ നേടുകയായിരുന്നു. ഈ കളിയിലൂടെ ഷമി മാത്രമല്ല, CSKയുടെ യുവതാരങ്ങളായ ആയുഷ് മാത്രയും ഷെയ്ഖ് റഷീദും IPL ചരിത്രത്തിൽ ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ജോഡികൾ എന്ന റെക്കോർഡ് നേടിയിരുന്നു. ഓപ്പണർ റോളിൽ ഇറങ്ങേണ്ടിയിരുന്ന രജിൻ രവീന്ദ്ര, ഡെവാൾ ബ്രവിസ് കൂട്ടുകെട്ടിന് പകരം ഇന്നലെ ഓപ്പണിംഗിന് ഇറങ്ങിയത് ആയുഷ് മാത്രേ, ഷെയ്ഖ് റഷീദ് ജോഡികളായിരുന്നു. ഇവർക്കൊപ്പം ധോണിയും ഒരു റെക്കോർഡ് നേടിയിട്ടുണ്ട്. ചെപ്പോക്കിൽ CSK സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിട്ടതോടെ ധോണി 400 T20 മത്സരങ്ങൾ കളിക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമായി മാറുകയായിരുന്നു. രോഹിത് ശർമ്മ 456 മത്സരങ്ങൾ, ദിനേശ് കാർത്തിക് 412, വിരാട് കോഹ്ലി 407 എന്നിങ്ങനെ കളിച്ചിട്ടുള്ള എലൈറ്റ് പട്ടികയിൽ 4ാമനായി ധോണി ഇടം പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരം വരെയുള്ള ചരിത്രമെടുത്താൽ 399 T20 മത്സരങ്ങൾ കളിച്ച ധോണി 28 അർദ്ധ സെഞ്ചുറികളടക്കം 7566 റൺസ് നേടിയിരുന്നു. 137.87 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 5377 റൺസ് IPLൽ നിന്ന് മാത്രം ധോണി നേടിയിരുന്നു. നിലവിൽ CSKക്ക് വേണ്ടി 267 മത്സരങ്ങൾ ധോണി കളിച്ചിട്ടുണ്ട്. CSKക്ക് 2 വർഷത്തെ വിലക്ക് ലഭിച്ച 2 സീസണുകളിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് ടീമിലായിരുന്നു ധോണി കളിച്ചിരുന്നത്.